എന്താ സെക്യൂരിറ്റി പറഞ്ഞത്? ഈ ക്ഷേത്രം സാധാരണ 1 മണിക്ക് അടച്ച് 4 മണിയാകുമ്പോഴത്തേക്ക് നട തുറക്കേണ്ടതാണ്. പക്ഷെ ഇന്നെന്തോ വിശേഷ പൂജ ഉണ്ടായതുകൊണ്ടാണ് നേരത്തെ ക്ലോസ് ചെയ്തത്. ഇനി സന്ധ്യയ്ക്ക് 6 മണിക്ക് തുറക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത്രയും സമയം നമുക്കിവിടെ കാത്തിരിക്കാൻ പറ്റുമോ? 6 മണിയാവില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്തോ ഒരു തടസ്സം ഉണ്ടെന്ന്. നമുക്ക് തൊഴാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. നമ്മൾ വന്ന ദിവസം തന്നെ ഇവിടെ ഒരു വിശേഷ പൂജ നടന്നു കണ്ടോ? ഇവിടെ പൂജാരിയെ കണ്ട് നമ്മുടെ മക്കളെക്കുറിച്ചും അമ്മുവിന്റെ ഭാവിയെക്കുറിച്ചൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയില്ലല്ലോ. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കില്ലേ പ്രമി? നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇന്നിവിടെ പൂജ ഉണ്ടാവുന്നൊന്നും അറിഞ്ഞില്ലല്ലോ. സംഭവിക്കുന്നതൊക്കെ നല്ലതിനായിരിക്കും. നമുക്ക് ഇപ്പോഴല്ലേ ദർശനം നടത്താൻ പറ്റാതെ ഉള്ളൂ. സന്ധ്യയ്ക്ക് വീണ്ടും വരാലോ. അപ്പൊ വിശേഷാൽ പൂജയുടെ പ്രസാദവും കിട്ടില്ലേ? നമ്മുടെ പൂജകളും നടത്തി ആ പ്രസാദവും കൊണ്ട് തിരിച്ചു പോവാം. സന്ധ്യയ്ക്ക് വരുമ്പോ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിക്ക്, വേദാന്തനെ വിളിച്ചിട്ടേ നട അടച്ചോണ്ട് തൊഴുവാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്കട്ടെ. നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷനാകണ്ട. വേദാന്തിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ലല്ലോ പ്രമി. വിക്കിയെ അമ്മുവിനെ അവരെ ആരെങ്കിലും വിളിച്ചാ പോരെ? വിക്രാന്തിന്റെ ഫോൺ നെറ്റ്വർക്ക് റീച്ചിന് പുറത്താന്ന് പറയുന്നത്. അമ്മൂനെ വിളിച്ചിട്ടും കോള് കിട്ടുന്നില്ലല്ലോ. എന്താ ഈ പറയുന്നത്? നമുക്ക് ഈ സ്ഥലങ്ങളൊന്നും അറിയില്ലല്ലോ. ആദ്യം പറഞ്ഞതാ സത്യം. ചിലപ്പോ അമൂല്യയ്ക്കും ഞാൻ പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ലെറ്റ്സ് ഗോ ടു താജ് അമൂല്യ. നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹം ഇന്ന് നടക്കാൻ പോവാ. വേദാന്ത്, വേദാന്ത്, എന്താ നിനക്ക് ശരിക്കും എന്താ പറ്റിയത്? എനിക്കെന്താ, ഞാൻ മീറ്റിങ്ങിനെ പറ്റി ആലോചിച്ചോണ്ടിരുന്നേ. നമുക്ക് പോവാം. പോവാം. നിന്നോട് നടക്കാനാ പറഞ്ഞു. വാ പോവാന്ന്. ഗോ. ആദ്യമായിട്ടല്ലേ നമ്മൾ ഈ സ്ഥലത്തൊക്കെ വരുന്നത്. അപ്പൊ ഈ ഫോണൊക്കെ ഓണാക്കി വെക്കണമെന്ന് അവർക്ക് അറിയില്ലേ? നമ്മൾ ഇനി എന്ത് ചെയ്യും? ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. നമ്മുടെ ടെൻഷനെ കുറിച്ച് ഇവരെന്താ ആലോചിക്കാത്തത്? കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കില്ലേ പ്രവി? അവർക്ക് അവരുടേതായ കാര്യങ്ങളില്ലേ. കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കില്ലേ? മീറ്റിങ്ങിന് വേണ്ടി വന്നതല്ലേ, അതുകൊണ്ട് അവർ സൈലന്റ് ആക്കി കാണും. ഇത് റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണെന്ന് അവരെങ്ങനെ അറിയാനാ? എന്നാ ഒന്നുകൂടി അവരെ ഒന്ന് വിളിക്കേ. വീണ്ടും വീണ്ടും വിളിച്ചവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അവര് ബിസിനസ് മീറ്റിനല്ലേ വന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് അവര് ഹോട്ടലിലേക്ക് വരുമല്ലോ. നമുക്ക് ഹോട്ടലിൽ പോയി അവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെയല്ല, ഇത്രയും ദൂരം നമ്മൾ വന്നത് ഹോട്ടൽ റൂമിൽ ഇരിക്കാനല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പുറത്തു പോകാമായിരുന്നില്ലേ? വെറുതെ എന്തിനാ ഹോട്ടൽ റൂമിൽ തന്നെ ഇരിക്കുന്നത്? നമുക്ക് പുറത്തു പോകാം. നീ എന്തിനാ വെറുതെ ടെൻഷനാന്ന്? ഇവിടെ ചുറ്റുമുള്ളത് മനുഷ്യരൊക്കെ തന്നെയല്ലേ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാന്ന്. എനിക്ക് കുറച്ച് ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയാം. നിന്റെ കൂടെ ഞാനല്ലേ ഉള്ളത്, പിന്നെ എന്ത് പേടിക്കാനാ? പിന്നെ നമുക്ക് കാറുണ്ട്, കാറിന് ഡ്രൈവറും ഉണ്ട്. അവരെ വെറുതെ ശല്യം ചെയ്യുന്ന എന്തിനാ? മീറ്റിംഗ് കഴിയുമ്പോൾ അവര് തിരിച്ചു വിളിച്ചോളൂ. ഇത്രയും ചെറിയൊരു കാര്യത്തിന് നിനക്കെന്തിനാ ഇത്രയും വേവലാതി? ഇപ്പൊ നിന്റെ ചോദ്യത്തിനൊക്കെ ഉത്തരായല്ലോ. ഇനി എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങിയാലോ? കാറിൽ വെച്ച് ഡ്രൈവറോട് എന്തെങ്കിലും പറഞ്ഞാ എന്റെ സർപ്രൈസ് എല്ലാം അമൂല്യ കണ്ടുപിടിക്കും. हेलो भाई साहब, अब हम ताजमहल रूट से जा रहे हैं क्या? मुझे उस साइड से चलो. जब हम पहुंचने वाले मुझे सिग्नल दे दो. थैंक यू.
ഓയ്, ഇത് ആരുടെ ഫോണാ? അയ്യോ, എപ്പോഴും എന്റെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ലേ? ഇതാണെങ്കിൽ കണ്ട എന്റെ ഫോൺ പോലെയുണ്ട്. എന്റെ ഫോൺ ചേട്ടന്റെ കയ്യിലല്ലേ? നിക്ക്, ഞാനിപ്പോ കൊണ്ട് എടി കഴുതേ. ഞാനിപ്പോ വരാം. വിക്രാന്തിനെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ല. ഫ്ലൈറ്റ് മോഡ് ഓഫ് ആക്കി ഇപ്പൊ തന്നെ അവന് മെസ്സേജ് ചെയ്യണം. മെസ്സേജ് അയച്ച ശേഷം പിന്നെ ഓണാക്കി വെക്കാം. അതെ, ആദിയുടെ കുഞ്ഞിന് ഞാൻ വാങ്ങിച്ച ഡ്രസ്സില്ലേ, അത് കണ്ട് എന്തായാലും ആദിക്ക് ഇഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പാ. അതിലും നല്ലതേ ഞാൻ വിക്കിയുടെ അച്ഛന് വാങ്ങിയ ജാക്കറ്റാ. അതേതായാലും ഇഷ്ടപ്പെടും. അത് കൊള്ളാലോ. നിങ്ങള് രണ്ടുപേരും സീക്രട്ടായിട്ട് നല്ല കൂട്ടാണല്ലേ. അയ്യോ, നമ്മള് സുഹാസിനിക്ക് കൊടുക്കാൻ ഒന്നും വാങ്ങിയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അവർക്ക് നമ്മളോട് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്തതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. സമ്മാനം സ്വീകരിക്കുന്നവരുടെ ഇഷ്ടമല്ല, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള പ്രധാനം. നമ്മൾ എന്തെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വാങ്ങിക്കൊടുക്കുക. അവർക്കത് ഇഷ്ടപ്പെടുവോ, ഇനി അവരത് സ്വീകരിക്കുവോ എന്നൊന്നോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളോർത്ത് നമ്മുടെ സമയം തന്നെ കളയുന്നേ. ഞാൻ ഈ പറഞ്ഞത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് എന്നെ പോലെ സമാധാനം ഉണ്ടാവും. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. भाई साहब, हेल्प करने के लिए थैंक यू सो मच. इट्स ओके सर. गाड़ी निकालिए भाई साहब. എന്താ അത് ഹിന്ദിയിലല്ലേ എഴുതിയിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. റമി, വാ നടക്ക്. ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോയാൽ ഷോപ്പിംഗ് അത്ര കഷ്ടപ്പാടുള്ള പണിയല്ല. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ലാഭമായിരിക്കും. ഫോണ് കുറച്ചു നേരം ഓഫാക്കി വെച്ചപ്പോ തന്നെ ഏതൊക്കെയോ പുതിയ ലോകത്തിലേക്ക് എത്തിയ പോലത്തെ ഒരു ഫീലാ വരുന്നത്. ചേട്ടൻ ഇനി വിളിച്ച എന്നെ കിട്ടില്ല. ചേട്ടൻ അമൂല്യെ പ്രൊപ്പോസ് ചെയ്യുന്നുള്ള വാർത്ത അറിഞ്ഞാലേ ഞാൻ നേരത്തെങ്കിലും സംസാരിക്കും. അയ്യോ, ഇനിയത് നടന്നാൽ ഞാനെങ്ങനെ അറിയും? എന്റെ ഫോൺ ഫ്ലൈറ്റ് മോഡിലാണല്ലോ. എന്തായാലും ആദ്യം വിളിച്ചൊന്ന് ചോദിച്ചേക്കാം. ഹലോ ഭദ്രകാളി. ഇത്രയും നേരം ഷോപ്പിംഗിലായിരുന്നു കാണും അല്ലേ? എന്താടി അനിയത്തി നീ? ചേട്ടൻ എന്താ ചെയ്യുന്നുള്ള കാര്യം നീ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. എങ്ങനെ പോയാലും 10,000 കിലോമീറ്റർ ദൂരെയല്ലേ നമ്മള്. എന്നിട്ടും നിനക്ക് കറക്റ്റായിട്ട് എന്റെ കാര്യങ്ങൾ എങ്ങനെ അറിയാം? ചോദിച്ചതിന് മറുപടി പറയും. ആ അതെ അതെ, ഞാൻ ഷോപ്പിംഗിലായിരുന്നു. വിക്കി ചേട്ടാ, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ഫോൺ ഓഫ് ചെയ്ത് നടക്കുന്നേ? ഞാൻ ഇത്രയും നേരം ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ആദ്യ കാം ഡൗൺ. നമ്മുടെ ചേട്ടന് യാതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാനാ ഞാൻ ഫോൺ ഓഫ് ചെയ്തത്. ഇനി
എങ്ങാനും ചേട്ടന്റെ മനസ്സെങ്ങാനും മാറി എന്നെ വിളിക്കാനൊന്നും തോന്നിയാലോ? അപ്പൊ എന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നല്ലേ കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ലല്ലോ. ഞാൻ ഇവിടെ എത്ര നേരം ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആദ്യം കാം ഡൗൺ. അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടന്നോന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാനിപ്പോ ഫോൺ ഓണാക്കിയിട്ട് നിന്നെ വിളിച്ചത് തന്നെ. അവരെല്ലാരും വിചാരിച്ചിരിക്കുന്നതേ ഞാനിപ്പോ മീറ്റിംഗിലാണെന്നാ. പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് നിനക്കൊരാൾക്ക് മാത്രമേ അറിയൂ. അതൊക്കെ പോട്ടെ, ചേട്ടൻ നിന്നെ ഫോൺ ചെയ്തായിരുന്നോ? യെസ്, ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ അവനൊന്ന് കൺവിൻസ് ചെയ്യാൻ എന്റെ 1 മണിക്കൂറാ പോയത്. അവസാനം നിന്റെ റൗഡി കൊച്ചിനെ അല്ലല്ല നമ്മുടെ ഏടത്തിയെ താജ്മഹലിലേക്ക് കൊണ്ടുപോകുന്ന സമ്മതിച്ചു. ആർ യു സീരിയസ്? അതായത് ചേട്ടനും റൗഡി കൊച്ചും ഇപ്പോ താജ്മഹലില് റീച്ച് ആയിട്ടുണ്ടെന്നർത്ഥം. അമൂല്യ ഇവിടെ ഇറങ്ങി.
വേദാന്ത്, നിന്നോട് എങ്ങനെയാ താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. താജ്മഹലിൽ പോകാൻ ആഗ്രഹം ഉണ്ടെന്ന് 2 ദിവസം മുമ്പാ ഞാൻ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ഞാൻ താജ്മഹലിന്റെ മുമ്പിൽ നിൽക്കുന്നു. ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മിടുക്കൻ ആരാണെന്ന് ചോദിച്ചാ ഞാൻ നിന്റെ പേര് പറയും. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ എന്നെ കൊണ്ടേ പറ്റൂ. എനിക്ക് ഒരുപാട് സന്തോഷായി വേദാന്ത്. പിന്നെ നീ എന്തിനാ വെറുതെ എന്നോട് വഴക്കിട്ടെ? വായാടി, നീ എന്റെ ജീവിതത്തിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ഞാൻ നിന്നോട് എപ്പോഴും വഴക്കിട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ സോഫ്റ്റ് ആവാറില്ലേ? നമ്മുടെ ഇടയ്ക്കുള്ള ഫ്രണ്ട്ഷിപ്പ് വളർന്നു. പിന്നെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. ഇപ്പൊ ആണെങ്കിൽ പ്രണയത്തിലുമായി. എന്റെ ജീവിതത്തിൽ ഒന്നും അല്ലാതിരുന്ന നീ ഇപ്പൊ എനിക്ക് എല്ലാമാണ്. കണ്ണടച്ചാലും നീ തന്നെ, ഊണിലും ഉറക്കത്തിലും നീ തന്നെ. താജ്മഹൽ കാണണം നിന്റെ ആഗ്രഹമല്ലേ? നീ എന്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ പ്രണയത്തിന്റെ സ്മാരകത്തിന് മുന്നിൽ നിന്നെ ഞാൻ കൊണ്ടുവന്നേ. താജ്മഹലിനെ എല്ലാരും എന്തിനാ പ്രണയത്തിന്റെ സ്മാരകമാക്കിയത്? ഇതെങ്ങനെയായിരിക്കും ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറിയതെന്നൊക്കെ എനിക്ക് എപ്പോഴും സംശയമായിരുന്നു. പക്ഷെ സത്യമായിട്ട് ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇവിടെ നിൽക്കുമ്പോ തന്നെ ഒരു പ്രണയത്തിന്റെ വൈബ്രേഷൻ ഉണ്ട്. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഇവിടെ നിൽക്കുമ്പോ അതൊരു വലിയ കാര്യമായിട്ട് തോന്നുക. എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ വേദാന്ത്. എനിക്കിപ്പോ നിന്നോട് ഒരുപാട് സ്നേഹം തോന്നാം. അമൂല്യ, will you marry me?